പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. Praise the Lord. Praise the Lord. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് ഇത് പറയും ആമേൻ എന്ന് നിങ്ങൾ പറയണമെന്ന്. ഇവിടുന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങളിങ്ങനെ പ്രതീക്ഷ സമയത്ത് ആമേൻ എന്ന് പറയണം. കുഞ്ഞുങ്ങൾ ഉറച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ്റെ സ്നേഹവും പ്രാർത്ഥനയും കൂട്ടായ്മയും എല്ലാം നിങ്ങൾ അറിയിക്കുകയാണ്. ആ കൂട്ടായ്മയിലാണ് ശുശ്രൂഷ. സെഹിയോനിലെ എല്ലാ വൈദികരും അതേപോലെ സെഹിയോനിലെ എല്ലാ സിസ്റ്റർമാരും ശുശ്രൂഷകരും വലിയൊരു കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുമ്പോൾ ഈ കഴിഞ്ഞ നാളുകളിൽ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ശരിക്കും പറഞ്ഞ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ബഹുമാനപ്പെട്ട സേവർക്കാട് വട്ടാലച്ചൻ പണ്ട് ഒരു ടോക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അന്ന് ഞാൻ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, പിന്നെ സെമിനാരിൽ പഠിച്ച അച്ഛനായിട്ട് ഇവിടെ വരുന്ന സമയം അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്നും ഓർക്കാണ്. അതായത് ദൈവത്തിന് തൻ്റെ അനുഗ്രഹം ദൈവജനത്തിന് കൊടുക്കാനുള്ള ഒരു മീഡിയമാണ് പൗരോഹിത്യം. അതായത് ദൈവത്തിന് ദൈവജനത്തെ ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. അതിനൊരു മീഡിയം വേണം. അതാണ് വാസ്തവത്തിൽ പൗരോഹിത്യം. പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഓർമ്മ പുതുക്കുകയാണ്. ഹല്ലേലൂയാ. അതിനെക്കുറിച്ചൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആശീർവാദം കൊടുക്കാൻ നല്ല സന്തോഷമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഞാൻ വാട്സപ്പിൽ ഉള്ള ചെറിയ ടോക്ക് ഉണ്ടല്ലോ എല്ലാ ദിവസവും, അതാണെങ്കിൽ അതൊരു ആശീർവാദം കൊടുക്കുമ്പോൾ അതുവഴി ഒരുപാട് അനുഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. സഹോദരങ്ങളെ, ഒരു വ്യക്തി ആശീർവദിച്ചാൽ അവിടെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇൻസീനോ ജേസു എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായും ആത്മാക്കളുടെ നന്മയ്ക്കായും എൻ്റെ പൗരോഹിത്യത്തിൽ അന്തർലീനമായ ശക്തികളെ അഴിച്ചുവിടാൻ പോകുന്നതായി കർത്താവ് ഇന്നലെ എന്നോട് പറഞ്ഞു.
എന്ന് പറഞ്ഞാൽ ആ കിർബി എന്ന് പറയുന്ന വൈദികനോട് പറയാം, പൗരോഹിത്യത്തിൽ അന്തർലീനമായ വലിയ ദൈവകൃപ അതങ്ങോട്ട് തുറന്നു വിടാൻ പോവാണ്. എന്നിട്ട് പറയാണ്, ആശീർവദിക്കുവാൻ, ഏറെ ആശീർവദിക്കുവാൻ, ജനങ്ങൾക്ക് ആശീർവാദം നൽകുന്നതിൽ ഭയപ്പെടാതിരിക്കാൻ അവിടുന്ന് എന്നോട് പറഞ്ഞു. പൗരോഹിത്യ ആശീർവാദത്തിലൂടെ അവിടുത്തെ ഹൃദയത്തിൽ അടങ്ങിയിട്ടുള്ള കരുണാർദ്രമായ നന്മയുടെ നിധികൾ ആത്മാക്കളിലേക്കും ആശീർവദിക്കപ്പെടുന്നവരിലേക്കും വർഷിക്കപ്പെടുന്നു. അപ്പം ആശീർവാദം സ്വീകരിക്കുന്നവർക്കും അനുഗ്രഹം, ആശീർവാദം കൊടുക്കുന്ന വൈദികനും അനുഗ്രഹം. അടുത്ത കാര്യം നിങ്ങൾ നോക്കിയോ, വായിച്ചോ. നന്മ തിന്മയുടെ മേലും, സ്നേഹം വിദ്വേഷത്തിൻ്റെ മേലും, കരുണ നീതിവിധിയുടെ മേലും വിജയിക്കുന്നതിനുള്ള വലിയ മാർഗമാണ് ഒരു വൈദികന്റെ ആശീർവാദം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതാണ് സഹോദരങ്ങളെ, കഠിനമായ മദ്യപാനം അല്ലെങ്കിൽ കഠിനമായ ജഡികഭാവം അങ്ങനത്തെയൊക്കെയുള്ള ചില തിന്മകൾ, അല്ലാന്നുണ്ടെങ്കിൽ നാളുകളായിട്ടുള്ള ചില തടസ്സങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ മക്കളില്ല, ഫോർ എക്സാമ്പിൾ, അങ്ങനത്തെ ഉള്ളതിന് മേലൊരു ആശീർവാദം കൊടുക്കുമ്പോൾ അതിൻ്റെ മേൽ നന്മ വിജയം വരിക്കും. അതേപോലെ തന്നെ നാളുകളായിട്ട് ശരിക്കും കുടുംബത്തിൽ സമാധാനമില്ല, കലഹമാണ്, ആശീർവാദം കൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങോട്ട് നിറയും. ഹല്ലേലൂയ. അതേപോലെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ നീതിവത്തിന്റെ മേൽ വിജയം തേടും. പ്രൈസ് ദി ലോർഡ്. സത്യമാണ് സഹോദരങ്ങളെ. ഞാൻ ഓർക്കാണ്, കുറവിലങ്ങാട് പള്ളിയിൽ PDMൻ്റെ ഒരു ചെറിയ മോണസ്ട്രി കുറവിലങ്ങാട് ഉള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു നേതൃത്വത്തിൽ എല്ലാ രണ്ടാം വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ അവിടെ ഒരു ശുശ്രൂഷയുണ്ട്. 8:30 ആകുമ്പോൾ തീരും. എല്ലാ രണ്ടാം വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ അവിടെയുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഒരു കുടുംബം സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഓർക്കാണ്. അവർ പുരോഹിതൻ്റെ ആശീർവാദം സ്വീകരിച്ചു, പിന്നെ ഫോണിലൂടെ ആശീർവാദം സ്വീകരിച്ചു. എന്ന് മാത്രമല്ല, മീഡിയയിലൂടെ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ശുശ്രൂഷയുണ്ട്, ASTM സിസ്റ്റേഴ്സ്. അവർ നടത്തുന്ന, അതായത് ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കുള്ള ഒരു ശുശ്രൂഷ, ഫ്രൂട്ട് ഓഫ് മേരി മഹാനായി, അതിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട്. നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പേര് ജിഷ മാത്യു. ഞാൻ വരുന്നത് ഇറ്റലിയിൽ സവോണ എന്ന സ്ഥലത്തു നിന്നാണ്. ദൈവത്തിന് സ്തുതി. ഞങ്ങൾക്ക് ദൈവം തന്ന ആദ്യത്തെ ബ്ലെസ്സിങ് ആണ് ഈ നിൽക്കുന്ന ഞങ്ങളുടെ മൂത്ത കുട്ടി. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായത്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ സെഹിയോനിൽ വന്ന് 5 ദിവസം താമസിച്ചുള്ള ധ്യാനം കൂടിയായിരുന്നു. ബിനോയ് അച്ഛനായിരുന്നു അന്നത്തെ ധ്യാനം നയിച്ചിരുന്നത്. അപ്പോൾ അച്ഛൻ ആദ്യത്തെ ദിവസം അച്ഛൻ അങ്ങനെ ബ്ലെസ്സിങ് കിട്ടിയ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു, ഒരു ഫാമിലി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയെന്ന്. അപ്പോൾ അന്ന് രാത്രി തന്നെ അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിൻ്റെ കാര്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. 2014 ഒരു ജനുവരി പകുതിയോടുകൂടിയാണ് ഞാൻ അന്ന് വന്ന് ധ്യാനം കൂടാൻ പോയത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഫെബ്രുവരിയിൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ജനുവരിയിൽ ധ്യാനം കൂടി, കർത്താവ് ഒരു മെസ്സേജ് കൊടുത്തു, ശരിശ ആശീർവാദം കൊടുത്ത് പിറ്റേ മാസം തന്നെ കർത്താവ് പിന്നെ ഗർഭിണിയാണെന്നുള്ള ഒരു അറിവ് കിട്ടി. 2015 നവംബർ 8 ഞങ്ങൾക്ക് ദൈവം സേറ എന്നാണ് പേര്, സേറേനെ തന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നീടും കുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ 2019 ഇറ്റലിയിൽ ആണല്ലോ കോവിഡ് വന്നത്. ആ സമയത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നു കൊച്ചിനെ നോക്കാനായിട്ട്. അന്ന് അവിടെ ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് അന്നാണ് ഞാൻ ബിനോയ് അച്ഛൻ്റെ 5 മിനിറ്റ് ടോക്ക് എല്ലാ ദിവസവും ഉള്ളത് ഞാൻ കാണാൻ തുടങ്ങിയത്. ചെറിയ ടോക്ക് 5 മിനിറ്റ് അത് ഞാൻ ഡെയിലി കൂടുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അത് വെച്ച് അച്ഛനവന് ഓരോ 100 എപ്പിസോഡ് കൂടുമ്പോഴും മക്കൾ ആഗ്രഹിക്കുന്നവർക്കും പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമുള്ള അത്. പക്ഷേ ഞാൻ ഡെയിലി എല്ലാ ദിവസവും എല്ലാം എന്നും തന്നെ അത് കൂടുമായിരുന്നു. അന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും മക്കളില്ലാതെ ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛൻ്റെ ആ ടോക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. 2020 ഞാൻ പ്രഗ്നൻ്റായി. 2021 നവംബർ 15 ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ചു. അവളുടെ പേര് നോറ എന്നാണ്. പക്ഷേ ഞാൻ ആ പ്രഗ്നൻസി പ്രഗ്നൻസി മുഴുവൻ എനിക്ക് കോംപ്ലിക്കേഷൻ ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ 3 മാസത്തോളം കംപ്ലീറ്റ് ബെഡിൽ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര തലകറക്കമായിരുന്നു, എഴുന്നേക്കാൻ പറ്റത്തില്ല. കട്ടിലേ കിടക്കുമ്പോൾ തന്നെ എനിക്ക് തല കറങ്ങുന്ന ഒരവസ്ഥയായിരുന്നു. ആരുമില്ല വീട്ടിൽ, കാരണം ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും. ആ സമയത്ത് നാട്ടിൽ നിന്ന് ആരെയും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. കോവിഡിൻ്റെ പ്രോബ്ലം കാരണം
ഫ്ലൈറ്റ് ഇല്ല, അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടില്ല, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. നാട്ടിൽ പോകാനും പറ്റാത്ത അവസ്ഥയിൽ. പിന്നെ കാലിന് എനിക്ക് ഒരു കാലിന് വെരിക്കോസ് വെയിൻ ഇത് വന്നതുകൊണ്ട് ഭയങ്കര നീരായിരുന്നു, നിൽക്കാൻ ബുദ്ധിമുട്ട്. ഒത്തിരി പ്രശ്നങ്ങളോടെ ഞാൻ കടന്നുപോയി. പിന്നെ BP ഉണ്ടായിരുന്നു. ഡോക്ടർ കാർഡിയോളജി വിസിറ്റ് നടത്തി. പക്ഷേ ഡോക്ടർ പറഞ്ഞു എന്നോട് മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മെഡിസിൻ മേടിച്ചു വെച്ചു, പക്ഷേ ഞാൻ കഴിച്ചില്ല. വിശ്വാസത്തോടെ പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ഈ ടോക്ക്, പിന്നെ അച്ഛൻ്റെ ആ ടോക്ക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ സിസ്റ്റർമാർ നടത്തുന്ന ശുശ്രൂഷ ഉണ്ടായിരുന്നു. പ്രഗ്നൻസിയിലുള്ള ഒരു ഫ്രൂട്ട് ഓഫ് മേരി മഹാനായ നമ്മുടെ അഭിഷേക സിസ്റ്റേഴ്സിന്റെ ഒരു ശുശ്രൂഷയാണ്. എല്ലാ തിങ്കളാഴ്ച ദിവസവും ഉണ്ടായിരുന്നു. ഞാൻ ആ ടോക്കും എല്ലാ തിങ്കളാഴ്ചയും ഞാൻ കൂടുമായിരുന്നു. പിന്നെ എൻ്റെ എനിക്ക് ആ സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള, കാരണം സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ എന്നപോലെ ഒത്തിരി ഞാൻ വിഷമിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്റർമാരെ വിളിച്ച് എൻ്റെ എല്ലാ സങ്കടങ്ങളും വിളിച്ച് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ സിസ്റ്റർമാരെ എനിക്ക് ഒത്തിരി എനിക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിലൂടെ ഞാൻ എല്ലാം എൻ്റെ വിഷമതകളും എല്ലാം മാറി. ഇപ്പോൾ ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് ശരിക്കും അവധിക്ക് വന്ന സമയത്ത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്ക സഹോദരങ്ങളെ, ആശീർവാദം നേരിട്ട് വന്ന് ധ്യാനത്തിന് സമയത്ത് ആശീർവാദം സ്വീകരിച്ചു. അത് മാത്രമല്ല, ശരിക്കും ഒരു വാട്സപ്പ് ആകെ ഒരു 4 മിനിറ്റേ ഉള്ളൂ, അതിന് ആശീർവാദം സ്വീകരിച്ചു. ദൈവം ഇടപെട്ട് ഓരോ ആശീർവാദം നടക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് അതുപോലെ കൃപകൾ വർഷിക്കപ്പെടുകയാണ്. ഏത് വൈദ്യനെ ആശീർവദിക്കുമ്പോൾ അതുപോലെ ദൈവകൃപയുണ്ട് സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നന്നായിട്ട് ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് അനേകം കുടുംബങ്ങളുടെ തടസ്സങ്ങൾ മാറും. അനേകം കുടുംബങ്ങളിൽ നിന്ന് വ്യക്തിയൊന്നും രോഗപീഠകൾ ഒഴിഞ്ഞു പോകും. നാളുകളായി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അടഞ്ഞു കിടക്കുന്ന അനേകം വാതിലുകൾ കർത്താവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടും. ഇന്ന് ജീവിതത്തിൽ ഒരു അന്ധകാരത്തിരിക്കുന്ന ആൾക്കാർക്ക് ആശീർവാദ സമയത്ത് വലിയ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കൃപ ലഭിക്കും. മക്കളില്ലാത്ത കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ആശീർവാദ സമയത്ത് കർത്താവ് അത്ഭുതകരമായ ശരീരത്തെ സ്പർശിക്കും. വരും നാളുകളിൽ കുഞ്ഞുങ്ങളുമായി സാക്ഷ്യപ്പെടുത്താൻ വരും. വിശ്വസിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഉയർത്തി നല്ല ഉച്ചത്തിൽ, വെറുതെ സ്തുതിക്കരുത്, നല്ല ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. ഓ കർത്താവായ യേശുവേ, അവിടുത്തെ അത്ഭുതകരമായ നാമത്തിന്റെ ശക്തി, ഓ കർത്താവേ, അവിടുത്തെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവേ ഈ കുടുംബങ്ങളെയും വ്യക്തികളെയും സമൂഹങ്ങളെയും എല്ലാം ആശീർവദിക്കുകയാണ്. ദൈവമേ, ഇവരുടെ കണ്ണുനീരിന്റെ വിഷയങ്ങൾ അവിടുന്ന് കാരണമേ കർത്താവേ. ദൈവമേ, ഇവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികൾ അവിടുന്ന് കാരണമേ കർത്താവേ. ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ കർത്താവേ. യേശയ്യാ പ്രവചനം 22:22 ദാവീദ് ഭവനത്തിന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുത്തു. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുന്ന വചനത്തിന്റെ അധികാരത്തിൽ യേശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനം വടക്കിനോട് വിട്ടുകൊടുക്കുന്ന തെക്കിനോട് തല ഞാൻ ആജ്ഞാപിക്കുന്നു. ഈ വചനത്തിന്റെ അധികാരം ഉപയോഗിച്ച് സേവക വട്ടാനത്തിന്റെ കൂട്ടായ്മയിൽ ശരിയോന്റെ അഗ്നി അഭിഷേകത്തോട് ചേർന്നുകൊണ്ട് കൈകൾ ഉയർത്തി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുന്ന ഈ ദാസിദാസന്മാരെ, ഇവരുടെ കുടുംബങ്ങളിൽ ശല്യം ചെയ്യുന്ന ദുഷ്ടാരൂപികളെ, തടസ്സങ്ങളും ബന്ധങ്ങളും ആധിപത്യങ്ങളും ശല്യങ്ങളും രോഗപീഠങ്ങളും കൂട്ടത്തിലെ യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാന്തിൽ നിബന്ധിക്കട്ടെ. കൈകൾ അടിച്ച രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല. ഓ കർത്താവായ ദൈവമേ, നാളുകളായി രോഗപീഠങ്ങളാൽ ക്ലേശിക്കുന്ന, പൈശാചിക പീഠങ്ങളാൽ ക്ലേശിക്കുന്ന ഓരോ കുടുംബങ്ങളെ കണ്ണുനീരമെന്ന് കാണണമേ കർത്താവേ. മക്കളില്ലാത്ത വിഷമിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് കാണണമേ. ബിസിനസിന്റെ തകർച്ചകൾ, ജോലി മേഖലയുടെ തടസ്സങ്ങൾ, ഓ കർത്താവേ, മുന്നോട്ട് പോകാൻ പറ്റാതെ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ യേശു നാമത്തിൽ പൗരോഹിത്യം അലഞ്ഞ് കൽപ്പിക്കുന്നു. ഈ കുടുംബങ്ങളെ യേശു നാമത്തിൽ ആശീർവദിക്കുന്നു. ബന്ധനം അഴിഞ്ഞ്, കെട്ടുകൾ അഴിഞ്ഞ് വിട്ടുതൽ പ്രാപിക്കട്ടെ. തകർന്നിടുമേ, രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം. കൈകൾ അടിച്ച് ഉരുടരും മുടന്തർ ചെകിടരുമെല്ലാം സ്വാതന്ത്ര്യമാകും ദൈവരാജ്യം. ഉരുടരും മുടന്തർ ചെകിടരുമെല്ലാം സ്വാതന്ത്ര്യമാകും. കൈകൾ ഉയർത്തി യേശു
യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, മനസ്സിൽ ഭയങ്കരമായ നിരാശ, സങ്കടം, വിഷാദം, മരിച്ചാൽ മതി എന്നുള്ള ചിന്ത, ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെട്ട് ദൈവമേ അങ്ങനെ ഓരോ വ്യക്തികളെ കുറ്റങ്ങളെ ഇപ്പോൾ കാണുകയാണ്. ദൈവമേ, വ്യഭിചാരം, സ്വവർഗഭോഗം, പലതരത്തിലുള്ള ജനത്തിന്റെ ആസക്തികൾ, മദ്യപാനം, ലഹരി വസ്തുക്കളുടെ അടിമത്തം, ഇങ്ങനെയുള്ള കുടുംബങ്ങളോട് വ്യക്തികളോട് യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ആശീർവാദമായിട്ട് വചനം വെച്ച് കൽപ്പിക്കുന്നു. കട്ടഴിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. നിരാശമേകും വിലാപ നൃത്തമായി തീർന്നിടും, കൈയടിച്ച് തുറന്നിടും വാതിൽ അടഞ്ഞവയില്ല ഒരുതും മിശിഹ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും നിരാശമേകും വിലാപ നൃത്തമായി തീർന്നിടുമേ, തുറന്നിടും വാതിൽ അടഞ്ഞവയില്ല ഒരുതും മിശിഹ. കൈകൾ ഉയർത്തി യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവിന്റെ നാമത്തിൽ വന്നു വാഴണമേ, ഇനി by the power of the name Jesus Christ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഓരോ വ്യക്തികളെ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കൈക്കുഞ്ഞുങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. യുവതി യുവാക്കന്മാരെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. പ്രായമുള്ള ഓരോ മാതാപിതാക്കന്മാർ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഓരോ കുടുംബങ്ങളെ ഭാര്യ ഭർത്താക്കളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് ഓരോ സമൂഹങ്ങളെ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഓ ദൈവമേ, ആശീർവാദ സമയത്ത് എന്തുമാത്രം അനുഗ്രഹം വർഷിക്കുന്നു. അതെല്ലാം ഇവരുടെ ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ഒരു കാര്യത്തിന് തീർച്ചയും തീരുമാനവും ഉണ്ടാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും തീർച്ചയായും തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ ശക്തമായൊരു കാര്യം പറഞ്ഞു വെച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വചനമാണ്, എങ്കിലും നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന നാമമാണ് യേശു എന്ന നാമം, അഥവാ ഈശോ എന്ന നാമം. അതിനെക്കുറിച്ച് യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രക്ഷ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ രക്ഷയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് പലതരത്തിൽ ചങ്ങലകളിലും ബന്ധനങ്ങളിലും ഒക്കെ ആയി പോകാം. അവിടെ ഈശോയുടെ നാമത്തെ വിളിക്കുമ്പോൾ വലിയ അനുതാപത്തിൻ്റെ കൃപ പരിശുദ്ധാത്മ വർഷിക്കും. ഒരു പക്ഷേ ഒരു പ്രശ്നത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്, ആ പ്രശ്നത്തിന് കരകയറി പോരാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ആരെങ്കിലും സഹായത്തിന് വേണ്ടി വിളിക്കും, അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണ് കിടക്കാണ്, ഒരു സഹായത്തിന് വേണ്ടി വിളിക്കും, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വിളിക്കും, ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിളിക്കും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ സമയങ്ങളിൽ രക്ഷപ്പെടാൻ വിളിക്കേണ്ട നാമമാണ് യേശു അഥവാ ഈശോ എന്ന് പറയുന്ന നാമം. ഒരുപക്ഷെ പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വിളിക്കേണ്ട നാമം ഇത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന് പറയുന്ന പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നെ വളരെ സ്പർശിച്ചു. നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അവിടെ ആ നഥാലിയ എന്ന് പറയുന്ന സിസ്റ്ററിനോട് ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞേ,
നീ വലിയ ദുഃഖത്തിൽ അകപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ, നീ എന്തിനെക്കുറിച്ചെങ്കിലും ആശയക്കുഴപ്പത്തിലാണെങ്കിൽ, വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്ഷീണിച്ച് തളർന്ന് ശക്തിയറ്റ അവസ്ഥയിലാണെങ്കിൽ, ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ഈശോയോട് ഇങ്ങനെ പറയുക, യേശുവേ, യേശുവേ. അപ്പോൾ എൻ്റെ നാമം ശ്രവിക്കുമ്പോൾ മാലാഖമാരും വിശുദ്ധരും എൻ്റെ വിമല മാതാവും എല്ലാവരും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിക്കും. നരകം അടയ്ക്കപ്പെടും. കാരണം നരകവും ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴിലാണ്. അതിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. എൻ്റെ നാമത്തിന് മുൻപിൽ അതും കുമ്പിടും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഓരോന്നോരോന്നായി എടുത്ത് നിങ്ങളോട് പറയാമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, നമ്മൾ ദുഃഖത്തിലകപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതെന്നെ സ്പർശിക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഈ നാളുകളിൽ ഓരോ വ്യക്തികളെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ അവരോട് ഭയങ്കരമായ പ്രതിസന്ധിയാണ്. ചിലർക്ക് കടബാധ്യതയാണ്, ചിലർക്ക് രോഗമാണ്, ചിലർക്ക് മക്കളെക്കുറിച്ചുള്ള ദുഃഖമാണ്, ചിലർ പഠനത്തിൻ്റെ പ്രശ്നത്തിലാണ്, ചില എക്സാമിൻ്റെ പ്രതിസന്ധികളിലാണ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളിലാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണ് ചെല്ലുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന കാര്യം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വിഷമിച്ച് ദുഃഖിച്ച് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട്, എൻ്റെ സഹോദരങ്ങളെ, ദുഃഖം, നിരാശ, സങ്കടം ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളാണ്. വാസ്തവം നിങ്ങൾ എന്ത് ചോദിക്കേ? ഒരു പ്രതിസന്ധി പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ഉയർത്തേണ്ടത്. ആ സമയത്ത് ഉള്ള പ്രാർത്ഥന കൊണ്ട് മിക്കാറും, അല്ലെങ്കിൽ ആ ഉള്ള പ്രാർത്ഥനയോട് മാത്രം നിൽക്കും. ശരിക്കും ആ സമയത്തല്ലേ ഭയങ്കര തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടത്. എന്ത് ചെയ്താലും പ്രാർത്ഥിക്കാൻ പറ്റും. ഉദാഹരണം പറയാം, ഇപ്പം തണുപ്പുള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ തണുപ്പിനുള്ള വസ്ത്രങ്ങൾ കൂടുതലെടുക്കണം എന്ന് പറയുന്നത് പോലെ പ്രശ്നമുള്ള സമയത്ത് ഒരുപാട് പ്രാർത്ഥിക്കണം. അവ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിഷമമാണ്, സങ്കടമാണ്, വിഷമിക്കരുത്. നിനക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമല്ലോ, യേശുവേ, 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 അല്ലെങ്കിൽ ഈശോയെ, ഈശോയെ, ഏതാണോ നിങ്ങളുടെ ഹൃദയത്തിന് ഏറ്റവും അഭികാമ്യം അങ്ങനെ ആവർത്തിച്ച് വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നീ എന്തിനെക്കുറിച്ചെങ്കിലും ആശയക്കുഴപ്പത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, അത് വേണം ഇത് വേണം. ഇപ്പോൾ 2 വിവാഹാലോചന വന്നിരിക്കുക, അത് വേണം ഇത് വേണം. 2 ജോലി വന്നിരിക്കുക, അല്ലെങ്കിൽ അവിടെ സ്ഥലം മേടിക്കണം, ഇവിടെ സ്ഥലം മേടിക്കണം. ആകെ ഒരു ആശയക്കുഴപ്പം. അവിടെ എന്താ ചെയ്യേണ്ടത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ആശയക്കുഴപ്പത്തിലാണ്. കണ്ടോ, മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈശോ വിശുദ്ധരോട് സംസാരിക്കുന്നത്. എന്താ നീ ചെയ്യേണ്ടത്? ഇത് തന്നെ, യേശുവേ, 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 യേശുവേ വിളിക്കുക. മൂന്നാമത്തെ കാര്യം പറയാണ്, നിന്റെ മനസ്സ് വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എന്താ വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത്? എൻ്റെ സഹോദരങ്ങളെ, നനച്ചിരിക്കാതെ മനസ്സ വാച ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും ചിലപ്പോൾ അപവാദം കേൾക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും മനസ്സിന് മുറിവേൽക്കുന്നത്. ജീവിതം മുഴുവൻ ആർക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചോ അവരുടെ വായിൽ നിന്ന് തന്നെ ആയിരിക്കും കുത്തുവാക്ക് കേൾക്കുന്നത്. ഒരുപക്ഷെ ജീവിത പങ്കാളി മനസ്സിലാക്കുന്നില്ല. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് മക്കൾക്കിപ്പോൾ വേണ്ട. അല്ല എന്നുണ്ടെങ്കിൽ ഈ മക്കളെ മാതാക്കാൻ അങ്ങനെ പലതരത്തിൽ മനസ്സ് വ്രണപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹം കൊണ്ട് പറ്റുന്നില്ല. ഒന്നും ചെയ്യണ്ട, ആവർത്തിച്ച് വിളിക്കുക, ഈശോയെ, 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 ഈശോയെ. പിന്നെ നാലാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ക്ഷീണിച്ച് തളർന്ന് ശക്തിയറ്റ അവസ്ഥയിലാണെങ്കിൽ. എല്ലാം കൃത്യമല്ല സഹോദരങ്ങളെ. നമുക്ക് എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ബുദ്ധിമുട്ട്, മനസ്സിന് ബുദ്ധിമുട്ട്, ആത്മാവിന് ബുദ്ധിമുട്ട്, ആകെ ഒരു അവസ്ഥയിലാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ എന്താ ചെയ്യേണ്ടത്? അതാണ് പറയുന്നത്. എൻ്റെ കാര്യങ്ങൾക്കൊരു തീർച്ചയായും തീരുമാനം വരും. വായിക്കാം. അങ്ങനത്തെ സാഹചര്യത്തിൽ ആത്മവിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ഈശോയോട് ഇങ്ങനെ പറയുക, യേശുവേ, യേശുവേ, യേശുവേ. യേശുവിൻ്റെ നാമം ഉരുവിടുക.
ഈശോ എന്ന നാമം ഉരുവിടുക. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? എൻ്റെ നാമം ശ്രവിക്കുമ്പോൾ മാലാഖമാരും വിശുദ്ധരും എൻ്റെ വിമല മാതാവും എല്ലാവരും എൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിക്കും. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ നാമത്തെ പുകഴ്ത്തുമ്പോൾ സ്വർഗം മുഴുവൻ കർത്താവിനെ ആരാധിക്കുകയാണ്. ശ്രേഷ്ഠന്മാർ കുമ്പിട്ട് ആരാധിക്കുകയാണ്, മാലാഖമാർ ആരാധിക്കുകയാണ്. നരകം അടയ്ക്കപ്പെടും. കാരണം നരകവും ദൈവത്തിൻ്റെ ശക്തിക്ക് കീഴിലാണ്. അതിനെ പ്രവർത്തിക്കാൻ പറ്റുകയില്ല. എൻ്റെ നാമത്തിന് മുമ്പിൽ അതും കുമ്പിടും. അതാണ് സഹോദരങ്ങളെ ഫിലിപ്പി ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ 10-11 തിരുവചനങ്ങൾ. യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയാണ്. ഏത് പ്രതിസന്ധി ഉണ്ടായെങ്കിലും ചെയ്യേണ്ട കാര്യം ഈശോ എന്ന നാമത്തെ ഉരുവിടുക, ഈശോ എന്ന നാമത്തെ വിളിക്കുക, യേശു എന്ന നാമത്തെ ചങ്ക് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ അൽഫോൻസിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാതെ അതുപോലത്തെ ഒരു പ്രലോഭനം വന്നു. ചിലവർ ജഡിക ചിന്തയായിരിക്കാം, ഒരു ഭാവൻ എന്തെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ കുട്ടികളുടെ ചിന്തയായിരിക്കാം. ഒരു ശക്തമായ പ്രലോഭനമാണെങ്കിൽ ആ സമയത്ത് അൽഫോൻസിയക്കാർ പറയാണ്, ആവർത്തിച്ച് യേശുവേ 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 എന്ന നാമം ഉരുവിടുക. അവിടെ തിന്മ വിട്ടുപോകും. അതാണ് ഭൂലോകത്തിന്റെ വിജയരാജ്യം ഇപ്പം നമ്മൾ കണ്ടത്. നരകം അടയ്ക്കപ്പെടും, പിശാചുക്കളുടെ പ്രവർത്തനം നിൽക്കും. അതാണ് രക്ഷയ്ക്ക് വേണ്ടി. രക്ഷ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ രക്ഷ തുടങ്ങി മനുഷ്യന്റെ സമസ്ത മേഖലകൾക്കും ഉള്ള രക്ഷയാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 20:24 എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കളേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതവസ്ഥയിലാണെങ്കിലും യേശുവിൻ്റെ നാമത്തെ വിളിച്ചാൽ നാമം എവിടെ ഉരുവിടുന്നു അവിടെ ഈശോ അടുത്ത് വന്ന് അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വളരെ ആശ്വാസം തരുന്ന ഒരു കാര്യം കൂടെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കായി ക്ലിപ്തപ്പെടുത്തിയ സമയത്തിനുള്ളിൽ കൂടുതലായി ഒന്നും സാധിച്ചില്ലെങ്കിൽ എൻ്റെ നാമം ഉരുവിട്ടാൽ മതിയാകും. ഓരോ പ്രാവശ്യവും ശ്വാസം എടുക്കുമ്പോൾ സ്നേഹത്തോടും ശരണത്തോടും കൂടി അത് ചെയ്യണം. അപ്പോൾ നീ നന്നായി പ്രാർത്ഥിച്ചിരിക്കും. അതിലൂടെ എല്ലാം നേടുവാൻ കഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും വേണ്ട. നീ ആവർത്തിച്ച് ഈ നാമം ഉരുവിട്, അതിലൂടെ എല്ലാം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യത്തിലും തീർച്ചയായും തീരുമാനം ഉണ്ടാക്കാൻ ഈ പ്രാർത്ഥന മുറുകെ പിടിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിയമാവർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനം: കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. യേശു എന്ന നാമം വഹിക്കുമ്പോൾ, യേശു എന്ന നാമം ഉരുവിടുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. റോമാലേഖന 10-ാമത്തെ അധ്യായം 13-ാം തിരുവചനം: കർത്താവിൻ്റെ നാമം, യേശു എന്ന നാമം, ഈശോ എന്ന നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ആവർത്തിച്ച് യേശുവേ എന്ന് വിളിക്കുകയാണ്. യേശുവേ 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 യേശുവേ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി, മനസ്സ് തുറന്ന് ചങ്ക് പൊട്ടി വിളിക്കുന്നു, യേശുവേ.